നമസ്കാരം, ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും വരുന്ന ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റിയാണ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ഭീതിയാണ്. ആ ഭീതി അടിസ്ഥാനരഹിതമാണെന്ന് ഞങ്ങൾക്ക് പറയാനും സാധിക്കില്ല. കാര്യം, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ, അത് സർജറി ആകട്ടെ, ഓപ്പറേഷനിലൂടെ ആകട്ടെ, ശസ്ത്രക്രിയയിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ മരുന്നുകളിലൂടെ, അല്ലെങ്കിൽ റേഡിയേഷനിലൂടെ ആകട്ടെ, ഇതെല്ലാം തന്നെ ഒരു സ്ത്രീക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ, അതിൻ്റെ പ്രാരംഭ ദിശയിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, ഈ ചികിത്സകൾ ചിലപ്പോൾ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ഇതൊക്കെ തന്നെ ആവശ്യം ഇല്ലാതെ വരും. ഒരു സർജറി കൊണ്ട് തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ 2 ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ടോ എന്നറിഞ്ഞു വയ്ക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പരിശോധനകൾ, എത്ര ഇടവിട്ട്, ഏത് കാലയളവിൽ നമ്മൾ ചെയ്യണം എന്നതും അറിയണം. ഇതറിയണമെങ്കിൽ അസുഖമില്ലാത്ത ഒരാൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. എത്ര വയസ്സിൽ കാണണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അർബുദ ക്യാൻസറിനുള്ള സാധ്യതകളൊക്കെ ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് കൂടുന്നത്. അതിനു മുമ്പ് ക്യാൻസർ വന്നുകൂടായികയില്ല, പക്ഷെ അതിനു മുമ്പ് വരുന്ന ക്യാൻസറുകൾക്കൊക്കെ ഒരു നിവൃത്തിയുള്ള ക്യാൻസറുകളാണ്. അപ്പോൾ ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസറിന് ചില അപകട സാധ്യതകളുണ്ട്. വണ്ണം കൂടുതലുള്ള സ്ത്രീകൾ, അവരവരുടെ പൊക്കത്തിനൊത്ത വണ്ണമല്ല, അതിലും കൂടുതൽ വണ്ണമാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ മാസക്കുളികൾ തെറ്റിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി കുറച്ചധികം ചികിത്സ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഷറോ ഷുഗറോ ഒക്കെ അസുഖമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പോളിസിസ്റ്റിക് ഓവറി പണ്ടുണ്ടായിട്ടുള്ള സ്ത്രീകൾ, ഇവർക്കെല്ലാവർക്കും തന്നെ ഗർഭാശയത്തിനകത്ത് വരുന്ന ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ്. ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും മാറിടത്തിലും വരുന്ന ക്യാൻസറുകൾക്ക് ഒരു പാരമ്പര്യമുണ്ടെന്നും നമുക്ക് പറയാം. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ 3 ക്യാൻസറുകളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീടെന്ന് പറയുമ്പോൾ അമ്മ അച്ഛൻ തന്നെ ആയിരിക്കണം എന്നില്ല, അമ്മ അച്ഛൻ അവരുടെ വഴിയിലുള്ള കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ അത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, മാസക്കുളി തെറ്റിയാണ് വരുന്നത്, മാസക്കുളിയിൽ രക്തസ്രാവം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണണം. ഒരു സ്കാൻ ചെയ്യിക്കണം. ഗർഭപാത്രത്തിൻ്റെ പാടയുടെ തിക്നെസ്, കട്ടി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഒരു DNC ചെയ്യിക്കണം. പിന്നെ ഡോക്ടർമാർ പറയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഗർഭാശയത്തിനകത്തിടുന്ന ഹോർമോൺ അടങ്ങുന്ന കോപ്പർ ടി പോലുള്ള ഒരു കോയിലോ നിക്ഷേപിക്കുകയും വേണം. ഇങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വരാവുന്ന ക്യാൻസറിനെ നമുക്ക് തടയാൻ പറ്റും. കാര്യം, ഒരു DNC ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ. ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടെത്തണം. പിന്നെ അണ്ഡാശയത്തിലെ ക്യാൻസർ, ഇത് മാത്രം നമുക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുകയില്ല. ഗർഭാശയത്തിലെ ക്യാൻസറോ ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസറോ ആണെങ്കിൽ അത് കാലാകാലങ്ങളിൽ പല തരത്തിൽ നമുക്ക് മാസക്കുളിയിൽ വ്യത്യാസങ്ങളുണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബ്ലീഡിങ്, ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ വരുന്ന ബ്ലീഡിങ്, ചിലപ്പോൾ ഒന്ന് ചാടുകയോ അല്ലെങ്കിൽ ഒന്ന് വീഴുകയോ ചെയ്യുമ്പോൾ വരുന്ന ബ്ലീഡിങ്, ഇങ്ങനെ പല രീതിയിൽ അത് പ്രകടമാകും. പക്ഷേ അണ്ഡാശയത്തിലെ ക്യാൻസർ വളരെ സൈലൻ്റായിട്ടാണ് വരുന്നത്. അവർക്ക് ഈ ക്യാൻസർ വരുന്നത് സാധാരണ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ്. അപ്പോൾ അവർക്ക് വയറുവേദന, അല്ലെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും കാണും. ഇതൊക്കെ മാസക്കുളി നിൽക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അപ്പം തന്നെ വന്നൊരു ഡോക്ടറെ കണ്ടൊരു സ്കാൻ ചെയ്യിക്കുകയാണെങ്കിൽ, അതിൻ്റെ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു സർജറി, ശസ്ത്രക്രിയ ചെയ്യുന്നത് വഴി അത് പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കും. നന്ദി, നമസ്കാരം.